വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. ദിസ് ഇസ് ശ്രീഹരി ടെക്സ് എന്നായിരിക്കും നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന. പക്ഷേ ഇന്ന് ഒരു വെറൈറ്റി ഉണ്ട്. നമ്മൾ പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യണം, നല്ല പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. സ്നീക്കർ ന്യൂസ്. ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്നീക്കേഴ്സും, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ലേറ്റസ്റ്റ് സ്നീക്കേഴ്സും, അതുപോലെ തന്നെ സ്നീക്കേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ന്യൂസും മലയാളത്തിൽ നമ്മൾ ഈ ചാനൽ ഇനി മുതൽ ചെയ്യാൻ നോക്കുകയാണ്. സോ 2025 വരാൻ പോയിരിക്കുന്ന സ്നീക്കേഴ്സ് ട്രെൻഡ്സിനെ കുറിച്ചും, അതുപോലെ തന്നെ 2025 ട്രെൻഡിങ് ആവാൻ സാധ്യതയുള്ള കുറച്ച് സ്നീക്കർ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ അപ്കമിങ് സ്നീക്കർ ഫെസ്റ്റിവൽ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജോർഡാൻ്റെ പുതിയൊരു എഡിഷൻ അല്ലെങ്കിൽ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് 2025 latest sneaker trend വീഡിയോ ആണിത്. മസ്റ്റ് വാച്ച് ഫുള്ളി ആൻഡ് ഫൈനലി യു ഹാവ് സംതിങ് കൂൾ. സോ 2024 അവസാനത്തിലും അതുപോലെ തന്നെ 2025 തുടക്കത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ലേസപ്പ് സ്നീക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ലേസപ്പ് സോൾ സ്നീക്കേഴ്സിൻ്റെ ഒരു കംബാക്ക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാഷ്വൽ വ്യൂസ് മാത്രം ഇടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കാഷ്വൽ വ്യൂസിനോട് ഭ്രമമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടും സ്റ്റൈലും ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് സ്നീക്കേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഒരു ബാക്ക് ടു സ്കൂൾ മോഡൽ എന്ന് പറയുന്നത് വളരെയധികം കോളേജിൽ പോകുമ്പോഴായാലും സ്കൂളിൽ പോകുന്നവർക്കായാലും ഇതിൻ്റെ കൂടെ തന്നെ ഒരുപോലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം കൂടിയാണ് ഇപ്പം പീപ് ടോ ഷൂസ് എന്ന് പറയുന്നത്. ഈയിടെയായിട്ട് പീപ് ടോ ഷൂസിൻ്റെ ഒരു ട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ട് വരികയാണ്. സ്പെഷ്യലി ഇത് കൂടുതലായിട്ടും നമ്മൾ വലിയ വലിയ കൊമ്പന്മാരാണ് ഇറക്കുന്നത്, വലിയ വലിയ ലക്ഷറി ബ്രാൻഡ്സിൻ്റെ ടാഗ് ലൈനിലാണ് ഇത് വരുന്നത് തന്നെ. ഒരു ബ്രാൻഡിൻ്റെ ബാനറിലല്ല ഇതൊന്നും വരുന്നത്. പ്രാഡ, അതുപോലെ തന്നെ മ്യൂ എന്ന് പറയുന്ന വലിയ വലിയൊക്കെ ബ്രാൻഡിൻ്റെ ടാഗ് ലൈനിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല എന്നതാണ് സത്യം. മറിച്ച് നോക്കുക വേറൊരു കാര്യത്തിൽ, ഈ വാമർ വെതറിലൊക്കെ ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ ആണ് പീപ് ടോ ഷൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എക്സ്പെഷ്യലി നമ്മളെ കേരള പിള്ളേർ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ് റെട്രോ സ്നീക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ പഴയ ബാസ്കറ്റ് ബോൾ ഡിസൈൻസ്, ഇതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് റെട്രോ സ്നീക്കേഴ്സിൽ ഈ ബാസ്കറ്റ് ബോൾ ഡിസൈൻസ്, ആ ഒരു എഡിഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹുവിയുടെ, പിന്നെ ഡിയോറിൻ്റെ ഒക്കെ നല്ല അടിപൊളി മോഡൽസ് വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കും. ഡിയാർ അങ്ങനെയാണ് പറയേണ്ടതെന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് ഡിയാർ ഓക്കെ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് ഇവരൊക്കെ തന്നെയാണ് ഈ മാർക്കറ്റ് ഒന്ന് ചാർജ് ചെയ്ത് ലീഡ് ചെയ്യുന്നത് ഈ സെക്ഷനിൽ, റെട്രോ സ്നീക്കേഴ്സ് സെക്ഷനിൽ. സോ ഇനിയാണ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ന്യൂസ് എന്ന് പറയുന്നത്. ഒരു സ്നീക്കർ ഹെഡ്സിന് അല്ലെങ്കിൽ സ്നീക്കേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ അടിച്ച് പൊളിച്ച് അറമാദിക്കാൻ പറ്റിയൊരു ദിവസമാണ് ഇന്ത്യൻ സ്നീക്കർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ 2025 ഇന്ത്യൻ സ്നീക്കർ ഫെസ്റ്റിവൽസ് വരുന്നുണ്ട്. സോ January 31 തൊട്ടിട്ട് February 2 വരെയുണ്ട്. പക്ഷേ ഇത് നടക്കുന്നത് ഗുരുഗ്രാമിലാണ്. അവിടെ നമുക്ക് കേരളത്തിന് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. പ്രാവശ്യത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 സാവേജിൻ്റെ ഗ്ലോബൽ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റാണ് 21 സാവേജ്. അദ്ദേഹത്തിൻ്റെ ഒരു മാസീവ് ഫെസ്റ്റിവലാണ് അവിടെ നടക്കാൻ പോകുന്നത്. ആൻഡ് സ്നീക്കർ ഹെഡിന് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ 75 ബ്രാൻഡ്സ് അവർ പുതിയ മോഡൽസ്, ലേറ്റസ്റ്റ് മോഡൽസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റഡ് എഡിഷൻ സ്നീക്കേഴ്സ് മേടിക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോവാം, തൂത്തുവാരാം. ഇഷ്ടം പോലെ ലിമിറ്റഡ് എഡിഷൻസ് പല ബ്രാൻഡിൻ്റെ പല മോഡൽ, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ് 75ഓളം ബ്രാൻഡ്സിൻ്റെ ലേറ്റസ്റ്റ് മോഡൽസിനും ലിമിറ്റഡ് എഡിഷൻസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. സോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാം, എക്സ്പീരിയൻസ് ചെയ്യാം. അടുത്ത കൊല്ലമെങ്കിലും നമുക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആസ് എ ബ്ലോഗിങ്. നമുക്ക് നോക്കാം. ഇനിയുള്ളതാണ് കളി. ഇനി വരാൻ പോകുന്ന കുറച്ച് സ്നീക്കേഴ്സിൻ്റെ പ്രൊഡക്ഷൻ 2025 എന്നാണ് കൂട്ടിക്കോ. 2025 ട്രെൻഡിങ് ആവാൻ പോകുന്ന കുറച്ച് സ്നീക്കേഴ്സിൻ്റെ പ്രൊഡക്ഷൻ. ആൻഡ് ഇത് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് സെക്ഷൻസ് ഓഫ് സ്നീക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മൊത്തത്തിൽ കണ്ടത് വെച്ച് ഏതായിരിക്കും ഫ്യൂച്ചറിൽ കളിയായിരിക്കും ട്രെൻഡ് ചെയ്യാൻ പോകുന്ന, ട്രെൻഡ് ആവാൻ പോകുന്ന സ്നീക്കർ അല്ലെങ്കിൽ സ്നീക്കർ മോഡൽസ് ഏതൊക്കെ ആയിരിക്കും എന്നാണ് നോക്കുന്നത്. ഇതിൽ പലതും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയ്യേ എന്ന് തോന്നാം, പക്ഷെ അതിൽ കൂടുതൽ എക്സൈറ്റ് ആവുന്ന ആൾക്കാർ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ് ലെറ്റ്സ് ലുക്ക്.
നമ്പർ 1 ഹൈബ്രിഡ് സ്നീക്കേഴ്സ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻസും എലമെൻസും കൊണ്ട് ഹൈബ്രിഡ് സ്നീക്കേഴ്സിൻ്റെ ഒരു വളരെ അധികം ഒരു കംബാക്ക് ഞാൻ അവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സെലിബ്രിറ്റീസ് ആയാലും പോപ്പ് കൾച്ചേഴ്സ് ആയാലും ഹിപ്പ് ഹോപ്പ് കൾച്ചേഴ്സിലായാലും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂണീക്ക് ആയിട്ടുള്ള സ്നീക്കേഴ്സാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പലപ്പോഴും ഡിസൈൻ നോക്കിയാണ് എടുക്കാറ്, പക്ഷെ അവർ കുറച്ചും കൂടി അതിൽ വിയേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പം കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് സ്നീക്കേഴ്സ് ഇപ്പോൾ കളക്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരുപാട് പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇതിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ടാവാൻ അല്ലെങ്കിൽ അത് നല്ലൊരു ട്രെൻഡ് ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഡിസൈനിൽ ഓരോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്ന രീതി ആൾമോസ്റ്റ് ഒരുപാട് മോഡൽസ് ഭയങ്കര ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് സ്നീക്കേഴ്സ് 2025 നല്ല ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തത് ബ്രൈറ്റ് കളേഴ്സ് ആൻഡ് മെറ്റാലിക് മോഡൽസ്. ഞാൻ ഇതിൻ്റെ കുറച്ചധികം ഫാനല്ല, പക്ഷേ A6 ജപ്പാൻ്റെ ഒക്കെ പോലത്തെ കുറച്ച് അല്ലെങ്കിൽ A6ൻ്റെ ഒരുപാട് മോഡൽസ് ഞാൻ അങ്ങനെ കണ്ടു. അത് കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് മോഡൽസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അങ്ങനെ തോന്നുന്നവരുണ്ട്, അത് പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഇറ്റ്സ് ഗുഡ്. ചില മോഡൽസൊക്കെ കൊള്ളാം, ചില മോഡൽസൊക്കെ ഭയങ്കര ഓവറാണ്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ മെറ്റാലിക് ഫിനിഷ് ലോഗോയിലോ അല്ലെങ്കിൽ സൈഡ് എഡ്ജസിലോ സോൾസിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊരു മെറ്റാലിക് ഫിനിഷസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് സ്റ്റൈൽ ആണ് അവർ ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കാൻ സാധ്യതയുള്ള മോഡൽസാണ്. പേഴ്സണൽ ഒപ്പീനിയനാണ് വീണ്ടും. അപ്പോൾ അങ്ങനെ തോന്നാത്തവർക്ക് അല്ലെങ്കിൽ അതിനോട് ഭയങ്കരമായിട്ട് Y2K ഫാഷനിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ Y2K ഫാഷൻസ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. ഈ ലൈറ്റിങ്ങിന് ഇടയ്ക്ക് വാം ആവുന്നുണ്ട്, വിവിഡ് ആവുന്നുണ്ട്. സോറി, ഇത് ഞാൻ ചെയ്യുന്നതല്ല, പ്യുവർ സൺലൈറ്റ്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് ശരിയാക്കും എന്നെനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഇനി ആക്കിയാൽ നല്ലത്, ആക്കിയില്ലെങ്കിൽ ക്ഷമിക്കുക. ന്യൂസല്ലേ, അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത വരാൻ പോകുന്ന സാധനം അതാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് റണ്ണിങ് സ്നീക്കേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. കാരണം അതിൻ്റെ ഡിസൈൻ വൈസ് എനിക്ക് വലിയ താല്പര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ഡിസൈൻ നോക്കിയാണ് എടുക്കുക. അതിൻ്റെ ഹിസ്റ്ററി നോക്കിയിട്ടൊന്നും അധികം എടുക്കാറില്ല. പക്ഷേ റണ്ണിങ് സ്നീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ്. വൺസ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡെയിലി യൂസ് ആയിട്ട് ഇട്ടു പോകും. പിന്നെ നമ്മൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ നമ്മളത് ഡെയിലി ആയിട്ട് ഇട്ടു പോകും. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഞാനത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ റണ്ണിങ് സ്നീക്കേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ജിം, വാക്കിംഗ് അല്ലെങ്കിൽ വർക്കൗട്ട് അങ്ങനത്തെ സാധനത്തിന് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. സോ ഇപ്പോൾ അവിടെ പോയി വിളിച്ചിട്ടുണ്ട്, കാരണം ഇതിലൊന്നും ഞാൻ ഇപ്പോൾ പോകാറില്ല. അതിനെ മറികടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ സ്വഭാവമുള്ളവർക്ക് മറികടക്കാൻ പോകുന്ന ഒരു കിടിലൻ സംഭവമാണ് വരുന്ന റിയൽ പെർഫോമൻസ് സ്നീക്കേഴ്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഒരു ട്രെൻഡ്. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഫേമസ് ബ്രാൻഡിൻ്റെ റണ്ണിങ് സ്നീക്കേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിലൊരു പെർഫോമൻസ് സ്നീക്കേഴ്സ് എന്ന് വെച്ചുകൊണ്ട് തന്നെ ഫാഷൻ വിയർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഡിസൈൻസിലാണ് ഇപ്പോൾ അവർ ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഫ്യൂച്ചറിലോട്ട് പോകുമ്പം അത്ലറ്റ്സിന് മാത്രമല്ല നമ്മളെ വാർഡ്രോബിലും കുറച്ചും കൂടി അധികം റണ്ണിങ് അല്ലെങ്കിൽ പെർഫോമൻസ് സ്നീക്കേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ സ്നീക്കർ കളക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ സ്നീക്കർ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്നീക്കർ വളരെ ഇഷ്ടപ്പെടുന്ന ആരായാലും കാത്തിരിക്കുന്ന ഒരു മോഡലാണ് ജോർഡാൻ. സോ ഞാൻ പറഞ്ഞു വരുന്നത് ജോർഡാൻ ഫൈറ്റ് കോട്ടിനെ കുറിച്ചിട്ടാണ്. സോ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ആൾക്കാർക്ക് എത്രത്തോളം ത്രില്ലുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ അവരെല്ലാവരും ഭയങ്കര ഒരു ജനറേറ്റിംഗ് ബസ് എന്നുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ജോർദാനിന് വേണ്ടിയിട്ട്. ഒരു ഹൈലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡേൺ സ്നീക്കേഴ്സിൻ്റെ ഫ്യൂച്ചേഴ്സിൽ അതിനകത്തൊരു റെട്രോ സ്റ്റൈൽ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് ഇവന്മാർ ഇത് ഇറക്കിയിരിക്കുകയാണ്. ഐ മീൻ ജോർഡൻ ടീംസ് ഇങ്ങനെ ഇറക്കിയിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷനും അതുപോലെ തന്നെ ആൾക്കാർ ഇമ്പ്രസീവായിട്ടുള്ള ഒരു റിയാക്ഷൻസ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് സ്കൂൾ സ്നീക്കേഴ്സ് ഇഷ്ടപ്പെടുന്നവരായാലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂ കോട്ട് ഫാൻസ് ആയാലും അല്ലെങ്കിൽ ന്യൂ കോട്ട്
ന്യൂ കസ്റ്റമേഴ്സിനായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിലാണ് അവരത് ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ആൾമോസ്റ്റ് നല്ലൊരു ഡിസൈനാണ്. എനിക്ക് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി. മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് വളരെ കോമ്പറ്റീറ്റീവ് പ്രൈസിലാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിമിറ്റഡ് എഡിഷൻസ് മേടിക്കാൻ വേണ്ടി ഭ്രാന്തെടുത്ത് ഓടി നടന്ന് മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസും കൂടാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ നിലവിൽ ഉള്ളതിൽ നിങ്ങൾക്കൊരു കുറഞ്ഞ പ്രൈസിലായിരിക്കും ഈ സാധനം വരുന്നത്. കീശ കീറാതെ നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് എഡിഷൻ സ്നീക്കർ മേടിക്കണം എന്നുണ്ടെങ്കിൽ, ഓപ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ള ഒരു ഓപ്ഷനാണ് ജോർഡാൻ്റെ ഫൈറ്റ് കോട്ട് എന്ന് പറയുന്നത്. സോ 2025 ഇത്രയും മതിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മതിയായിട്ടില്ലെങ്കിൽ ഇനി ഞാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, എന്നേക്കാൾ കൂടുതൽ സ്നീക്കേഴ്സിനെ കുറിച്ച് നോളജുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ആഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ആൻഡ് ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് പറയാം. I will try to improve and keep the kick fresh. Peace. Bye. Yeah.